കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് നയിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തുന്ന നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി, CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയൻ ഉള്ളപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തെ, രാഷ്ട്രീയ പോരാട്ടത്തെ നയിക്കുക സഖാവ് പിണറായി വിജയനായിരിക്കും. അതോടൊപ്പം ഇത് ഈ പാർട്ടിയിലും മുന്നണിയിലും ഒരാളല്ല, പല പാർട്ടികൾ ചേർന്ന മുന്നണിയാണ്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ ഘടക രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും ഈ LDF പോരാട്ടത്തിൽ അവരെല്ലാം നായകസ്ഥാനത്ത് തന്നെ ഉണ്ടാവും. അതിനകത്ത് ജോസ് കെ മാണി ഉണ്ടാവും, ബിനോയ് വിശ്വം ഉണ്ടാവും, ബാക്കി എല്ലാവരും ഉണ്ടാവും. LDFന്റെ ഘടക പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടാവും. CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉണ്ടാവും. സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ വരും. അപ്പൊ ഇതേതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടിയല്ല, ഇതൊരു മുന്നണിയാണ്. ആ മുന്നണിയിലെ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ആ സഖാവ് പിണറായി വിജയൻ ഇതിന്റെ സമർത്ഥനായ, കാര്യക്ഷമതയുള്ള, ജനകീയനായ നേതാവാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ ഒട്ടുതിരിഞ്ഞുള്ള ആക്രമണം നടത്തുന്നത്. അതോടൊപ്പം ഇത് ഈ പാർട്ടിയിലും മുന്നണിയിലും ഒരാളല്ല, പല പാർട്ടികൾ ചേർന്ന മുന്നണിയാണ്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ ഘടക രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും ഈ LDF പോരാട്ടത്തിൽ അവരെല്ലാം നായകസ്ഥാനത്ത് തന്നെ ഉണ്ടാവും. അതിനകത്ത് ജോസ് കെ മാണി ഉണ്ടാവും, ബിനോയ് വിശ്വം ഉണ്ടാവും, ബാക്കി എല്ലാവരും ഉണ്ടാവും. LDFന്റെ ഘടക പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടാവും. CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉണ്ടാവും. സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ വരും. അപ്പൊ ഇതേതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടിയല്ല, ഇതൊരു മുന്നണിയാണ്. ആ മുന്നണിയിലെ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ആ സഖാവ് പിണറായി വിജയൻ ഇതിന്റെ സമർത്ഥനായ, കാര്യക്ഷമതയുള്ള, ജനകീയനായ നേതാവാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ ഒട്ടുതിരിഞ്ഞുള്ള ആക്രമണം നടത്തുന്നത്. അതും അറിയുന്നുണ്ട്. കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനം വഹിച്ചവരെ മാറ്റി നിർത്തി, അങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ കൊണ്ടുവരും. ഈ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്ത് വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം നടത്തുക. എന്നാൽ ഈ വ്യവസ്ഥകൾ, ഒരു കാലത്ത് കൊണ്ടുവന്ന വ്യവസ്ഥകൾ അതേപടി വീണ്ടും തുറന്നു കൊള്ളണമെന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പിനെയും അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ എന്താണ് സാഹചര്യം എന്നുള്ളത് വിലയിരുത്തി ആ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുയോജ്യമായി വേണ്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണോ ആ വ്യവസ്ഥകൾ ഉണ്ടാവും. അല്ല, അതല്ല ഇനി തീരുമാനിക്കാൻ. ചോദ്യം നിങ്ങളിങ്ങനെ പോസ്റ്റ് നിങ്ങൾ മാറ്റരുത്. നിങ്ങൾ ചോദിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് നയിക്കും, അതിന് നേതാക്കന്മാരുണ്ട്. എന്നാൽ അതിലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം, തലമുതിർന്ന നേതാവ് സഖാവ് പിണറായി വിജയനാണ്.